കേരളത്തിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷ ഭരണം തുടങ്ങി ഈ രണ്ടാം ഇടതുപക്ഷ ഭരണം വന്നതിന് ശേഷമൊക്കെ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് വളരെ പ്രകടമായി എത്തിയിരുന്ന ഒരു വികാരമായിരുന്നു ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഗവൺമെന്റിൽ പോലീസിന്റെ ഇടപെടൽ ജനവിരുദ്ധമാകുന്നുണ്ട് എന്നുള്ളത്. അത് എത്രത്തോളം ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്? അത് ഈ പിണറായി വിജയൻ ഇപ്പൊ രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് മുമ്പായിട്ട് ഒന്നാം പിണറായി മന്ത്രിസഭ 2016 വന്നപ്പോൾ മുതൽ ഗ്രാജുവൽ ആയിട്ട് ഈ പോലീസിന്റെ ഈ സംഘപരിവാർ ചായ്വ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. ഒന്നാം പിണറായി മന്ത്രിസഭ മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ടാം പിണറായി മന്ത്രിസഭയേക്കാൾ വളരെയേറെ മെച്ചപ്പെട്ടതായിരുന്നു. മന്ത്രിമാര് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജി സുധാകരനെ പോലെയും അതുപോലെ സുനിൽകുമാറിനെ പോലെയും ഒക്കെയുള്ള കുറച്ചുകൂടി നമ്മുടെ ശൈലജ ടീച്ചറിനെ പോലെയും ഒക്കെയുള്ള കുറച്ചുകൂടി കഴിവുള്ള കുറച്ചുകൂടി ടെയിന്റഡ് അല്ലാത്ത ഈ അഴിമതിയുടെ കറ പുരളാത്ത രീതിയിലുള്ള കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ജനസ്വീകാര്യരായിട്ടുള്ള മന്ത്രിമാരെ കൊണ്ടായിരുന്നു. നമ്മുടെ രവീന്ദ്രനാഥ് മാഷിനെ പോലെയൊക്കെ ഒന്നാം പിണറായി മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാം പിണറായി മന്ത്രിസഭ എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത കുറെ ആളുകളെ പിടിച്ചിരുത്തി സജി ചെറിയാനെ പോലെയും ഒക്കെ ഉള്ള അങ്ങേയറ്റം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കുറെ ആളുകളെ പിടിച്ചിരുത്തി ഉണ്ടാക്കിയതാണ് രണ്ടാം മന്ത്രിസഭ. അതിനകത്ത് അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് വ്യക്തമായിട്ട് ഈ പോലീസിനെ സ്വാധീനിക്കുക സംഘപരിവാറിന് കേരളത്തിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കണമെന്നുണ്ടെങ്കിൽ കേരളം ശരിയല്ല, കേരളത്തിലെ ഇടതും വലതും മാറി മാറി ഭരിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു രക്ഷയില്ല, ക്രൈംസ് കൂടി വരുന്നു, ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള രീതി ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുകയാണ് പ്രധാനമെന്ന് സംഘപരിവാറിന് അറിയാമായിരുന്നു. ജനമനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു സംഗതി എന്ന് പോലീസാണ്. ക്രമസമാധാനം പോലീസിന്. പിന്നെ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും. ജനങ്ങളുമായിട്ട് ഉള്ള ഒരു ദൈനംദിനം വരുന്ന ഒരു കോണ്ടാക്ട് ഉള്ള ഒരു സംഗതിയാണല്ലോ പോലീസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ ആദ്യമായിട്ട് ചെയ്തത് 2016 പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ 2017 രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായിട്ട് പറഞ്ഞു വിട്ടു. രമൺ ശ്രീവാസ്തവ ആരാരെന്ന് അറിയാമല്ലോ, കെ കരുണാകരന്റെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല സംഘപരിവാറുമായിട്ട് വ്യക്തമായിട്ട് ബന്ധമുള്ള സംഘപരിവാർ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിനെ ഷെയ്പ്പ് ചെയ്തെടുത്ത് സംഘപരിവാർ തന്നെ അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്ത്. രമൺ ശ്രീവാസ്തവ സിറാജുന്നീസയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ, എങ്ങനെയാണ് ഒരു മുസ്ലിം വിരുദ്ധതയുടെ ഒരു ചരിത്രം രമൺ ശ്രീവാസ്തവയുടെ കരിയറിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രമൺ ശ്രീവാസ്തവയാണ് കേരളത്തിൽ പോസ്റ്റ് ചെയ്തത്. അപ്പൊ നമ്മള് പിണറായി വിജയൻ അവകാശപ്പെടുന്നതനുസരിച്ച് അദ്ദേഹം ന്യൂനപക്ഷരുടെയും മുസ്ലിമുകളുടെയും ഒക്കെ കാവൽക്കാരാണല്ലോ കേരളത്തിൽ. ഇപ്പൊ CPM-ഉം പിണറായി വിജയനും. അങ്ങനെയുള്ള പിണറായി വിജയൻ എന്തുകൊണ്ട് രമൺ ശ്രീവാസ്തവയെ ഇങ്ങോട്ട് സംഘപരിവാർ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, പോസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കല്ലേ, ഇവർ ആവശ്യപ്പെട്ട് തന്നെയാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റിന് പിണറായി വിജയനോട് ആ പോലീസിന് ഒരു ഉപദേശി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവിടാനൊന്നും പറ്റില്ല. അപ്പൊ അതെന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു ഒരു ചോദ്യമാണ്. ഇതിനുശേഷം നമ്മൾ വ്യക്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ 2017 എന്റെ ഓർമ്മ, നമ്മുടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ മെമ്മോറിയലില് RSSന്റെ ഒരു പഠന ശിബിരം നടന്നു. ആ പഠന ശിബിരത്തിൽ കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്നുള്ള സംഗതി അന്ന് പുറത്തു വന്നതാണ്. അന്ന് അതിനകത്തെടുത്ത ഒരു വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് തത്വമസി എന്നുള്ള പേരില് ഈ കേരള പോലീസിനകത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ഇവർ തീരുമാനിച്ചു. അന്ന് ആ പഠന ശിബിരത്തിൽ എടുത്ത മറ്റൊരു തീരുമാനമാണ് CAA വിരുദ്ധ സമരം. കേരളത്തിലാകുമ്പോൾ CAA വരാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ നരേന്ദ്രമോദിക്ക് അറിയാമല്ലോ, സംഘപരിവാറിനും അറിയാം. അത് വരുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കും. കാരണം തീർച്ചയായിട്ടും കേരളത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിന്റെ ഒരു കോമ്പസിഷൻ വെച്ചിട്ട് വലിയ സമരങ്ങൾ, എതിർപ്പുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇവരെ എല്ലാം രാജ്യദ്രോഹ കേസുകൾ ചാർജ് ചെയ്ത് പലരെയും ജാമ്യം ഇല്ലാത്ത കേസുകൾ ചാർജ് ചെയ്ത് അകത്തിടണം എന്നുള്ള തീരുമാനങ്ങളല്ല. അതായത് ഈ മുസ്ലിമുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തിരഞ്ഞുപിടിച്ച് പോലീസ് ആക്രമിക്കണം, അവരെ കൂടുതലായിട്ട് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടും അവരെ കുഴപ്പക്കാരായിട്ട് ചിത്രീകരിക്കാനും എല്ലാം സാധിക്കണം. അതിനുള്ള കേരള പോലീസിനെ ഉപയോഗിക്കണം എന്നുള്ളൊരു തന്ത്രം അന്ന് രൂപപ്പെടുത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് CAA വിരുദ്ധ സമരം വന്നു കഴിഞ്ഞപ്പോൾ അറിയാമല്ലോ കേരളത്തിൽ എന്താണ് കാട്ടിക്കൂട്ടിയെന്ന്. CAA ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ള ശുദ്ധ ഭോഷ്ക് വിളിച്ചു പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ ആർക്കെങ്കിലും പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യില്ല, പിണറായി വിജയൻ ഇഷ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് മണ്ടത്തരമല്ല. കാരണം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ പിണറായി വിജയൻ എന്ത് റോളാ ഉള്ളത്? കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ആ നിയമത്തിനോട് നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് അങ്ങനെയുള്ള ഞാൻ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം രക്ഷകനാണെന്നുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുകയും മറുവശത്ത് നടത്തുന്ന തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിപാടികളായിരുന്നു. കേരളത്തിൽ എത്രമാത്രം ജാമ്യമില്ലാത്ത കേസുകൾ ഇന്നും എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ CAA-ക്കെതിരായിട്ട് തമിഴ്നാട്ടിൽ നടന്ന സമരങ്ങളുടെ പേരിലുള്ള കേസുകളെല്ലാം DMK സർക്കാർ അവിടെ വിഡ്രോ ചെയ്തു. കേരളത്തിൽ എന്താ സംഭവിച്ചത്? പിണറായി വിജയൻ വിഡ്രോ ചെയ്തിട്ടില്ല. അവരിപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടുകൊണ്ടിരിക്കുക പലരും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ RSSൽ കൃത്യമായിട്ട് ഈ പിണറായി വിജയന്റെ തന്നെ സ്തുതിപാഠകരായിട്ടുള്ള പല മാധ്യമ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചായവുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് KK ഷാഹിന. പക്ഷെ KK ഷാഹിന ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അവര് പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തയച്ചു. കേരളത്തിൽ സംഘപരിവാറിന്റെ സ്ലീപ്പർ സെല്ലുണ്ട്. ഇത് കേരളത്തിൽ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച പോലെ കേരളത്തിൽ CPM-ന്റെ അടിവേരിളക്കും. സംഘപരിവാറിന്റെ ഈ സ്ലീപ്പർ സെല്ല് ജനവിരുദ്ധരാക്കി കേരള പോലീസിനെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് അവര് തുടക്കകാലത്ത് തന്നെ അയച്ചൊരു കത്തുണ്ട്. അതിനെക്കുറിച്ചൊന്നും പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇങ്ങനെയുള്ള ഇത് കൂടാതെ പോലീസിൽ നടക്കുന്നതിന് വേറൊരു ഉദാഹരണം പറയാം. തൃശ്ശൂര് പോലീസ് അക്കാഡമിയിൽ ബീഫ് നിരോധിച്ച ഒരു പ്രശ്നം വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ഈ പോലീസ് അക്കാഡമിയുടെ ചാർജുള്ള IG സുരേഷ് പുരോഹിത്, ഈ സുരേഷ് പുരോഹിത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്, ഞാൻ കേരള പോലീസിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കും, തടയാവുന്നവരെ തടയാൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസിലെ ഒരു IG-ക്ക് ഇത് പറയാൻ ധൈര്യമുണ്ടായി. അയാൾക്ക് ഒരു ശിക്ഷാ നടപടിയും ഉണ്ടായില്ല. അയാൾ വീണ്ടും പോലീസിൽ തന്നെ കേരളത്തിൽ തുടർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിണറായി വിജയനും കൂടെ ഒത്തുകൊണ്ടുള്ള പരിപാടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ ഈ IG ആളാര പാർട്ടി 17 വയസ്സോ 16 വയസ്സുള്ള അങ്ങേരുടെ മകൻ പോലീസിന്റെ ഔദ്യോഗിക വാഹനം ഓടിച്ചുകൊണ്ട് നടന്നതിന് സോഷ്യൽ മീഡിയയിൽ ആരോ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തതിന് പോലീസിൽ തന്നെ ഈ IG-ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അവരാണ് ഈ വീഡിയോ ലീക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരെ ശിക്ഷാ നടപടിക്ക് IG വിധേയനാക്കി. പക്ഷെ 17 വയസ്സായ മകൻ പോലീസ് വാഹനം ദുരുപയോഗം ചെയ്തതിന് ഇയാൾക്കെതിരെ കേസില്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോ പോലീസ് തീർച്ചയായിട്ടും, കേരള പോലീസ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, പിണറായി വിജയന്റെ നിയന്ത്രണത്തിലല്ല. കേരള പോലീസിന്റെ പിടിയിരിക്കുന്നത് ഡൽഹിയിലാണ്. അവർ പറയുന്ന അനുസരിച്ചാണ് കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്നത്. ആ പല ഉദ്യോഗസ്ഥന്മാരിൽ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും ആളുകളായിട്ട് കേരളത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന ADGP അജിത് കുമാർ. അതിനൊപ്പം കേൾക്കുന്ന മറ്റേ പേരുണ്ടല്ലോ, എന്താ അയാളുടെ പേര്, മറ്റേ സുജിത് ദാസ്, അയാളും ഇതുപോലെ തന്നെ. അതിനെക്കുറിച്ച് നമുക്ക് വേറെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് പൊതുവെ നടക്കുന്നത്. കേരള പോലീസിനെ സംഘപരിവാർ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്ന വാക്കുകളിൽ ഒരു സംഘപരിവാർ അനുകൂല വോട്ട് ഉണ്ടാക്കാൻ ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ആ പള്ളിയിൽ അച്ഛനെ വണ്ടി ഇടിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത് പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ആയിരിക്കാം. അത് സംഘപരിവാറിന് ഗുണം ചെയ്യുന്ന തരത്തിലായിരുന്നു ഒരു മുഖ്യമന്ത്രി, ഒരു ഇടതുപക്ഷ ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വേർഡ്സ് ആണ് വേദിയിൽ വെച്ച് പ്രസംഗിച്ചത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് അറിയാം. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും സംഘപരിവാറും ക്രിസ്ത്യാനികൾക്കൊക്കെയാണ്. അതിനെ തുടർന്ന് അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പള്ളിയിലച്ഛൻ തന്നെ പറയുകയുണ്ടായി, ഇടതുപക്ഷത്തേക്ക് സിഗ്നലിട്ട് വലതുപക്ഷത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു മനോഭാവം കാണുന്നു എന്നുള്ളത്. ഇത് നോട്ട് ചെയ്തതിന് ആ പള്ളിയിലച്ഛനെ മുഖ്യമന്ത്രി പൊതുവേദിയിൽ വിഡ്ഢിയെന്ന് വിളിക്കുകയും ചെയ്തു. ഇത്തരം രീതിയിൽ പോലീസിങ് ജനവിരുദ്ധമാക്കുന്നത്, ഇടതുപക്ഷ സ്വഭാവമുള്ള സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നു, ഉള്ളിലിടുന്നു, അവർക്കൊരിക്കലും തിരിച്ച് അല്ലെങ്കിൽ അവരുടെ കേസുകൾ ഒരിക്കലും വിഡ്രോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഒരു സംഘപരിവാർ സ്വഭാവമുള്ളവർ ഇടപെടുമ്പോൾ അതിൽ വളരെ പെട്ടെന്ന് റിലീസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ പ്രകടമായി കണ്ടിട്ടും അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഗോവിന്ദൻ മാഷാണെങ്കിലും
മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് പറയുകയാണ് ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. ഇത് അനുഭവിക്കുന്ന ജനങ്ങൾ പോലും കാണുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ഇത് തിരിച്ചറിയാതിരിക്കുന്നത്? രാജാവ് നഗ്നനാണ്. നഗ്നത കാണാൻ തിരിച്ചറിയുന്ന രാജാവിന് മാത്രമേ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നുള്ളൂ. പക്ഷെ പ്രജകൾക്ക് അല്ലെങ്കിൽ പൗരന്മാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സംഭവം നടക്കുന്നില്ലേ? ശരിക്ക് ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കുന്നില്ല. ഇത് എന്താണ് തോന്നുന്നത്? ഇതൊരു പെട്ടു നിൽക്കുന്ന അവസ്ഥയാണോ? ഇവർ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ചാഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണോ? ഇടതുപക്ഷത്തോട്ട് സിഗ്നലിട്ട് തീവ്ര വലതുപക്ഷത്തേക്ക് ഇടിച്ചു കയറുന്ന പോലെ ഞങ്ങളുള്ള മനോഭാവം. അത് ഇതിപ്പോ കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. ഇന്ത്യ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നടക്കുന്നത് എന്താണ്? നരേന്ദ്രമോദിയും അമിത്ഷായും ഈ ഗുജറാത്തി മാഫിയ അവർക്ക് എതിരെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കേന്ദ്രത്തിൽ നടക്കുന്നത്. ആ ഒരു ഭക്തി സംസ്കാരം, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ഭക്തി സംസ്കാരം. നമ്മൾ പറയുമല്ലേ, പണ്ട് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഉള്ളത് രാജാവും പ്രജകളുമാണ്. ജനാധിപത്യം വരുന്നതോടെ ഈ പ്രജകൾ എല്ലാവരും പൗരന്മാരായി മാറേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിൽ അത് മാറിയിട്ടില്ല. അത് ഞാൻ പറയുന്ന ഈ ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഇപ്പോ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരപ്പോൾ വന്ന് സൈബർ ഇതിൽ വന്നിട്ട് അവർ ചീത്ത വിളിക്കും. പിണറായി വിജയനെ കുറിച്ച് കാമാന്ന് ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞാൽ അപ്പൊ ഇവര് ചീത്ത വിളിക്കും. ഇത് തന്നെ സംഘപരിവാറിന്റെ മോദി ഭക്തന്മാരുമാണ്. ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അന്തകനാണ്. ആ ഭക്തിയിൽ നിന്ന് രക്ഷപ്പെടാതെ രാജ്യം രക്ഷപ്പെടില്ല, ജനാധിപത്യം രക്ഷപ്പെടില്ല. അത് ഒരു കാര്യം. രണ്ടാമത്, പാർട്ടിയിൽ ഒരു കാലം വരെ പിണറായി വിജയന് ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2022 രണ്ടാമത്തെ ഇത് വന്നതോടുകൂടി, തുടർ മന്ത്രിസഭ വന്നതോടുകൂടി പിണറായി വിജയൻ കാരണഭൂതനായി, ദൈവമായി. നമുക്കറിയാം, തിരുവാതിര കളിക്ക് പാട്ടെഴുത്തു തുടങ്ങി. ഇങ്ങനെ ഉള്ള വ്യക്തിപൂജ പാടില്ലെന്ന് പറഞ്ഞിട്ട് പി ജയരാജനെ തൊട്ടിപ്പുറത്ത് പുറത്താക്കുകയും ചെയ്തു. മനസ്സിലാ? അത് പി ജയരാജനൊന്നും ചെയ്തിട്ടില്ല. ആരോ എന്തോ മറ്റേ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്തോ ഉണ്ടാക്കി പി ജയരാജന് അനുകൂലം, അത് പി ജയരാജൻ മനഃപൂർവ്വം കാശ് കൊടുത്ത് ജയിച്ചാണെന്ന് പറഞ്ഞു. ഇപ്പുറത്തെ പിണറായി വിജയനെ കുറിച്ച് തിരുവാതിരകളി നടത്തുന്നു. എന്നിട്ട് മൂപ്പര് അത് കണ്ട് ഇങ്ങനെ സന്തോഷിച്ച് ഉന്മാദത്തിലിരിക്കുന്നു. ആലോചിച്ചു. ടീച്ചറെ ഒതുക്കി എന്നുള്ള ഒരു ആക്ഷേപം ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ടീച്ചറെ ഒതുക്കാനുള്ള പ്രധാന കാരണം, ഒന്നാമത് ടീച്ചറെ ഒതുക്കാനുള്ള പ്രധാന കാരണം, ടീച്ചർക്ക് പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷം കിട്ടി എവിടെ, മട്ടന്നൂര്. അതോടുകൂടി പുള്ളി നോട്ടം വിട്ടു. അതുകൊണ്ട് ഈ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടീച്ചറെ നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വടകരെ പറഞ്ഞു വിട്ട്, എങ്ങനെയാ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ട പിന്നെ 2026 മുഹമ്മദ് റിയാസിന് ഒരു ശത്രു ഇല്ലാതെ വരുമല്ലോ. ഇനിയും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതോടുകൂടി അത് നടന്നില്ല. എന്തായാലും ആ പദ്ധതി പൊളിഞ്ഞുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നം ഈ കേരളത്തിലെ CPM-ല്, പക്ഷേ ഇതിപ്പോ ഗോവിന്ദ മാഷക്കോ മറ്റുള്ളവർക്കോ കണ്ണുള്ളവർക്കെല്ലാം കാണാവുന്ന സംഭവമാണ്. പക്ഷേ CPM-ന്റെ ഒരു സംസ്കാരമുണ്ട്. പാർട്ടിക്ക് അകത്തിരുന്നു കൊണ്ട് പൊതുവേദികളിൽ പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആ ഒരു ചട്ടക്കൂടുണ്ട്. പക്ഷെ അതെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് പിണറായി വിജയനെതിരായിട്ട് ഒരു വലിയൊരു കോക്കസ് ഇപ്പോൾ CPM-ന് അകത്തും പുറത്തും രൂപപ്പെട്ടിട്ടുണ്ട്. പിണറായിയുടെ സ്തുതിപാഠകരുടെ എല്ലാം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള അവരുടെ സംസാരത്തിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇന്നലെ വരെ പിണറായി വിജയനെ കണ്ണും പൂട്ടി ന്യായീകരിച്ചിരുന്നവരെല്ലാവരും പിണറായി വിജയനെതിരായിട്ട് തിരിഞ്ഞ് അവരെല്ലാം അൻവർ ഫാൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് സെൻകുമാർ ആയിരുന്നു DGP ആയി വന്നത്. ജിഷ വധക്കേസ് തെളിയിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് എവിടേക്ക് പോയെന്ന് നമുക്കറിയാം. ഇതിനെ തുടർന്ന് ഇതിന് വന്ന ബെഹ്റയുടെ ഈ പറയുന്ന കേന്ദ്രബന്ധം നമുക്കറിയാവുന്ന, വളരെ പ്രകടമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ രമൺ വാത്സവ. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് നിൽക്കുന്ന അജിത് കുമാറിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സുജിത് ദാസിൽ വന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന കേരളത്തിൽ പോലീസ് സംവിധാനത്തിൽ ഒരു പറ്റം RSS അനുഭാവികളും ഇത് കാണാൻ കഴിയാതിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്. ഇത് എത്രത്തോളം ഭീതി നൽകുന്നതാണ് ജനങ്ങൾക്ക്, ജനജീവിതത്തെ ബാധിക്കുന്നതാണല്ലോ ഇത്. ഈ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാറിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രചാരണ തന്ത്രം എന്ന് പറയുന്നത് ഈ ഓടുന്ന നായയ്ക്ക് ഒരു മുഴം മുമ്പ് എറിയുക എന്നുള്ളതാണ്. കാരണം അവരെന്താ കുതന്ത്രമാണ് അവർ ഒപ്പിക്കാനായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, അതേ ആരോപണം അവർ മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കും. ഈ മാല മോഷ്ടിക്കുന്ന കള്ളൻ അറിയാമല്ലോ, ഈ ഉത്സവപ്പറമ്പില്
കാരണം ആ കള്ളനായിരിക്കും, അവന്റെ പോക്കറ്റിൽ മാല ഉണ്ടാവും, അവനായിരിക്കും കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് മുന്നിൽ ഓടുന്നത്. ഇത് തന്നെയാണ് സംഘപരിവാറിന്റെ ആദ്യകാലം മുതലുള്ള തന്ത്രം. ഇതാണ് കേരളത്തിലും ഇത് തന്നെയാണ്. കേരളത്തിൽ സംഘപരിവാറിന്റെ വലിയ കേരള പോലീസിനെ കുറിച്ചുള്ള ആക്ഷേപം എന്താ? പോലീസിൽ പച്ച വെളിച്ചമുണ്ട് എന്നുള്ളതാണ്, അല്ലെ? യഥാർത്ഥത്തിൽ പോലീസിൽ കാവ്യ വെളിച്ചമാണ്. ഇത് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്. പോലീസിലുള്ളത് കാവ്യ വെളിച്ചമാണ്, പക്ഷെ അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ടുള്ള മറ പിടിക്കാനാണ് പച്ച വെളിച്ചം ഉണ്ടെന്ന് പറയുന്നത്. പച്ച വെളിച്ചം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ അതിന്റെ ഒരു തെളിവും ഇവർക്ക് ഇതുവരെ സംഘപരിവാറിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. കാവ്യ വെളിച്ചം ഉണ്ടെന്നുള്ളതിന്റെ ഒരു 1000 തെളിവ് സമയമുണ്ടെങ്കിൽ ഞാനിപ്പോ പറയാം. ഞാനിപ്പോ കുറെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു തുടക്കത്തിൽ തന്നെ എങ്ങനെയാണ് പോലീസിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്. ഈ സുജിത് ദാസ് ആയാലും ഈ പറയുന്ന നമ്മുടെ അജിത് കുമാർ ആയാലും എല്ലാം കൃത്യമായിട്ട് RSS ബന്ധമുള്ളവരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോ ഈ സുജിത് ദാസ് ആയാലും ഈ നമ്മുടെ ഈ അജിത് കുമാർ ആയാലും രണ്ടും പിണറായി വിജയന് വേണ്ടപ്പെട്ടവരാണ്, നമുക്ക് അറിയാമല്ലോ. അത് സംഘപരിവാറിന് നോമിനി ആണെങ്കിൽ പോലും പിണറായി വിജയന് വേണ്ടപ്പെട്ടവരാണ്. സുജിത് ദാസിന്റെ കാര്യം അതെടുക്കും. സുജിത് ദാസിന്റെ ഒരു ഫോട്ടെ, അല്ലെങ്കിൽ സുജിത് ദാസിന്റെ ഒരു ഏറ്റവും പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന കഞ്ചാവ് വേട്ടയാണ്. ഇയാള് നമ്മുടെ ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ആന്റി നാർക്കോട്ടിക് ഇതിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ചീഫായിരുന്നു അയാൾ. അതായിരുന്ന സമയത്ത് ഈ എറണാകുളത്തെ ഇടത്തലയാണെന്നാണ് എന്റെ ഓർമ്മ. അവിടെ ഉണ്ടായിരുന്ന കേസുകൾ നമുക്കറിയാലോ. കഞ്ചാവ് വേട്ട. ഈ കഞ്ചാവ് വേട്ട എന്ന് പറഞ്ഞ് പിടിക്കുന്നവരെ എല്ലാം ക്രൂരമായിട്ട് മർദ്ദിക്കുക. മൂന്നാം മുറ എന്നൊക്കെ പറയുന്ന പോലെ ക്രൂരമായിട്ട് പ്ലയർ വെച്ച് വയറിലിട്ട് തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം കൊടും ക്രൂരതയാണെന്ന് നിങ്ങൾ ആലോചിച്ചു. അപ്പൊ അങ്ങനെയുള്ള ക്രൂരത നടത്തിയിട്ടുള്ള ആളാണ് ഈ സുജിത് ദാസ്. ഇയാളുടെ ഈ കരിയറിലെ തന്നെ ഏറ്റവും അധികം ടേന്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇയാള് മലപ്പുറം SP ആയിരുന്ന സമയത്താണ്, പോലീസ് മേധാവി ആയിരുന്ന സമയത്താണ്. സാധാരണ പോലീസ് മേധാവികൾ നിങ്ങൾ നോക്കിക്കോളൂ, പോലീസ് മേധാവിയായിട്ട് ഒരു SP ഒക്കെ ആയിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ട്രാൻസ്ഫർ വരുന്ന ഒരു സംഗതിയാണ്. ഈ റീഷഫ്ലിംഗ് വരും, അങ്ങനെ എപ്പോഴും ട്രാൻസ്ഫർ. ഈ മലപ്പുറം SP ആയിട്ട് ഇയാൾ ഇരുന്നത് 3 വർഷത്തിൽ കൂടുതലാണ്. കേരളത്തിൽ 3 വർഷം SP ആയിട്ട് ഒരു ജില്ലയിലിരുന്ന വേറൊരു പോലീസുകാരന്റെ പേര് കാണിച്ചു തരാമോ? വേറൊരാളുണ്ടാവില്ല. കൃത്യമായിട്ട് പിണറായി വിജയനും കൂടെ മനസ്സിലാക്കി ഒരു പദ്ധതിയുടെ, സംഘപരിവാറിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മലപ്പുറം SP ആയിട്ട് ഇയാളെ നിയോഗിച്ചത് തന്നെ. മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിനെ നമുക്കറിയാമല്ലോ. അവരുടെ ഒരു പെറ്റീവ്, അതായത് അവർക്ക് എപ്പോഴും മലപ്പുറത്തിനെ ഒരു വലിയൊരു പ്രോബ്ലം ഏരിയ ആയിട്ട് കാണിക്കുക. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ക്രൈം നടക്കുന്ന, ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന, തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന, പാകിസ്ഥാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇരിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്നുള്ളതാണ് അവരുടെ ഒരു ആരോപണം, അല്ലെ? ISIയുടെ ഓപ്പറേറ്റീവ്സ് എല്ലാം മലപ്പുറത്തുണ്ട്. മലപ്പുറം ഇന്ത്യ വിരുദ്ധതയുടെ ഒരു കാശ്മീരിന്റെ ഒരു പതിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പൊ അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സുജിത് ദാസിന്റെ മേൽ സുജിത് ദാസിന് കൊടുത്ത കർത്തവ്യം. പിണറായി വിജയന്റെ ഈ SP, മലപ്പുറം ജില്ലാ SP. ഇയാള് വന്നതിന് ശേഷം ഒരു കണക്ക് മാത്രം നോക്കിയാൽ മതി. ഈ 2021 ഇയാൾ വരുന്നത് SP ആയിട്ട്. അതിന് മുമ്പായിട്ട്, കോവിഡിന് മുമ്പുള്ള കാലത്ത് മലപ്പുറത്ത് ഒരു ആവറേജ് ക്രൈമുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം തോറും ഏതാണ്ട് 10,000-നും 12,000-നും ഇടയ്ക്ക് ആ റേഞ്ചിൽ നിൽക്കും ഓരോ വർഷവും. ഇയാൾ വന്ന 2021 ഇത് 18,000 ആയിട്ട് കൂടുന്നു. 2022 26,000 ആയിട്ട് കൂടുന്നു. ഇയാൾ എന്താണ് ഈ ഇത്രയും കാലം ഒളിച്ചിരുന്ന ക്രിമിനലുകളെല്ലാം ഇയാൾ വീട്ടിൽ പോയി പിടിച്ചോ? ഇയാൾ വന്ന ഉടനെ? അതൊന്നുമല്ല. ഇയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇയാളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ FIR ഇടുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 4 പേര് ചേർന്ന് ഒരു ബാങ്ക് കവർച്ച നടത്തുന്നു, ഇയാളത് 4 FIR ആക്കും. അല്ലെങ്കിൽ 3 പേര് കൂടിയിരുന്ന് കഞ്ചാവ് അടിക്കുന്നു, 3 FIR. അങ്ങനെ FIRകളുടെ എണ്ണം കൂട്ടുക. അങ്ങനെ അതിന്റെ ഉദ്ദേശം എന്താ? മലപ്പുറം ഏറ്റവും കൂടുതൽ ക്രൈംസ് നടക്കുന്ന ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റുക. മലപ്പുറത്തെ ക്രൈംസ് ഏറ്റവും കൂടുതൽ ആയതുകൊണ്ട് ഇവിടെ കേരള പോലീസിന്റെ പിടിയിൽ മലപ്പുറം നിൽക്കുന്നില്ല. നാളെ ഇന്ത്യയുടെ തന്നെ നിലനിൽപ്പിന്, കഞ്ചാവ് വേട്ട എന്നൊക്കെ പറഞ്ഞ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെടുത്താൻ എളുപ്പമുണ്ടല്ലോ. അതുപോലെ തീവ്രവാദ കേന്ദ്രങ്ങൾ, ഇതെല്ലാം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ, കേരളത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മലപ്പുറം വളരുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രം നേരിട്ട് മലപ്പുറം ഭരിക്കണം. കേന്ദ്രം നേരിട്ട് ഭരിക്കണം, കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നൊരു ആവശ്യം ഇപ്പൊ തന്നെയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഈ കാശ്മീരിൽ ചെയ്തതുപോലെ
മലപ്പുറമെങ്കിലും കേന്ദ്രം നേരിട്ട് ഏറ്റെടുക്കണം, പ്രശ്നബാധിത പ്രദേശമാക്കണം. മലപ്പുറത്തോടുള്ള ഇവർക്കുള്ള സ്നേഹം നമുക്കറിയാം. അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ലക്ഷദ്വീപിനെ ഇവര് കഴുത്ത് ഞെരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ രീതിയിൽ മലപ്പുറം. അപ്പൊ അതിനുള്ള ഒരു ടൂളായിട്ടാണ് ഈ സുജിത് ദാസിനെ സംഘപരിവാർ ഉപയോഗിച്ചത്. കൃത്യമായിട്ട് അതിനുള്ള അവസരങ്ങൾ പിണറായി വിജയൻ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. 3 വർഷം അയാൾ അവിടെ നിർത്തി. അത് കഴിഞ്ഞ് തിമിർ ജാഫ്രി എന്ന് പറഞ്ഞ, തിമിർ ജാഫ്രിയാണോ തമിർ ജാഫ്രിയാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു പയ്യനെ കഞ്ചാവ് വേട്ടാന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അയാളെ പീഡിപ്പിച്ച് കൊന്നു. അതോടുകൂടിയാണ് അവിടെ പ്രതിഷേധം ശക്തമാവുന്നതും ഇയാളെ അവിടുന്ന് മാറ്റണം എന്നുള്ള വലിയ രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. ഈ മലപ്പുറത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുസ്ലിമുകൾ കൂടുതലായതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വളരെ സ്വാധീനം കൂടിയ പ്രദേശമാണ്. പിന്നെ ഈ മറ്റ് ഇവരുടെ വെൽഫെയർ പാർട്ടി അങ്ങനെ കുറെ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം എപ്പോഴും സമരത്തിനിറങ്ങുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം. കാരണം അവർക്കെല്ലാം സ്വാധീനമുള്ളതാണ്. അപ്പൊ ഇതിൽ പലതും ഈ പറയുന്നത് പോലെ രാജ്യവിരുദ്ധമായിട്ടുള്ള സമരമാണ്, കേസാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ആ ലിസ്റ്റിലും ഇയാൾ ചേർക്കുന്നുണ്ട്. അപ്പൊ ഈ തിമിർ ജാഫ്രിയുടെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഇയാളെ മാറ്റണം എന്നുള്ള ഇത് ശക്തമായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത് പിണറായി വിജയൻ? ഇയാളെ മാറ്റുകയല്ല ഇത്, ഇയാളെ സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വിട്ടു. സ്പെഷ്യൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരവിരുദ്ധ കൗണ്ടർ ടെററിസത്തിന് ട്രെയിനിങ്ങിനാണ് വിട്ടത്. മലപ്പുറത്ത് SP ആയിരിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രെയിനിങ് ആണ് ഈ കൗണ്ടർ ടെററിസം. കാരണം അവിടെ തീവ്രവാദികളുടെ ബഹളമാണ്. അപ്പൊ അങ്ങനെ അയാളെ അവിടെ പറഞ്ഞു വിട്ടിട്ടാണ് പിന്നീടാണ് അയാൾ പത്തനംതിട്ട വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മലപ്പുറത്ത് ഈ ക്രിമിനലുകളുടെ എണ്ണം അല്ലെങ്കിൽ ക്രൈംസിന്റെ എണ്ണം കൂടുതലാണെന്ന് വരുത്തി തീർക്കേണ്ട ആരുടെ ആവശ്യം? പിണറായി വിജയന്റെ ആവശ്യമല്ല, CPM-ന്റെ ആവശ്യമല്ല, സംഘപരിവാറിന്റെ ആവശ്യമാണ്. അതാണ് കൃത്യമായിട്ട് പിണറായി വിജയൻ വഴി ഇവർ നടത്തിയെടുത്തത്. എന്റെ ചോദ്യം, ഈ മരമുറി കേസ് വന്നിട്ടുണ്ടല്ലോ, ഈ കേരളത്തിലെ ഈ നമ്മളെല്ലാം ഈ ഓരോ ഈ ജനാധിപത്യത്തിന്റെ 3 തൂൺ എന്ന് പറഞ്ഞാൽ 4ാം തൂണിന്റെ കാര്യം കൂടെ നമ്മൾ പറയേണ്ടി വരും. കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് വേറൊരു ഈ സുജിത് ദാസിന്റെ പേരിലുള്ള മരം മുറിച്ച കേസിനെ ഇന്നലെ മുഴുവൻ എടുത്തിട്ട് ചർച്ച ചെയ്യുന്ന കണ്ടു. റിപ്പോർട്ടർ ചാനൽ ഈ മരം മുറിച്ച കേസിനെ കുറിച്ച് അൻവറിന്റെ വെളിപ്പെടുത്തലും അതുപോലെ. ഈ റിപ്പോർട്ടർ ചാനൽ ആരാള്? അതിന്റെ ഓണേഴ്സ് ആരാ? സർക്കാരിന്റെ 8 കോടി രൂപയുടെ തേക്ക് മുറിച്ച് വിറ്റതിന്റെ 1, 2, 3 പ്രതികളാണ് റിപ്പോർട്ടർ ചാനൽ നടത്തുന്നത്. ആലോചിച്ചോ? അവരാണിപ്പോ ഈ മരമുറി കേസിൽ മുട്ടിൽ മരമുറി അറിയാമല്ലോ. ഏതായാലും അപ്പൊ ഈ SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ച് വിറ്റു എന്നുള്ള കേസിൽ അൻവർ കൊടുത്ത ആ പരാതി, അത് ഈ സുജിത് ദാസിനെതിരായിട്ടാണല്ലോ. ആ കേസിൽ എന്ത് നടപടിയെടുത്തു? കേരള പോലീസിന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിയുടെ ചുമതലയല്ലേ ഇതിന്റെ പ്രോഗ്രസ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അതിലൊരു നടപടിയില്ല. ഈ സുജിത് ദാസ് ഇത്രയും അധികം വൃത്തികേടുകൾ കാണിച്ചു. പലയിടത്തും ആളുകളെ പീഡിപ്പിച്ച് കൊല്ലുവരെ ചെയ്തു, മുസ്ലിമുകളെ തെരഞ്ഞുപിടിച്ചു. എവിടെ എന്തെങ്കിലും നടപടിയുണ്ട്? ഒരു നടപടിയില്ല. കാരണം അയാൾ പിണറായി വിജയന്റെ സ്വന്തം നോമിനിയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഗത്യന്തരമില്ലാതെയാണ് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സസ്പെൻഷൻ എത്ര കാലം നിൽക്കും? മിക്കവാറും ശമ്പളത്തോടു കൂടിയുള്ള സസ്പെൻഷൻ ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ആ സസ്പെൻഷൻ എത്ര കാലം നിൽക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതാണ് ഇത്. ഇനി അജിത് കുമാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അജിത് കുമാറിന്റെ കാര്യം എടുത്തോളൂ. അജിത് കുമാറിന്റെ കാര്യമാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് സംഘപരിവാറിന്റെ റോള് നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് കാണിക്കാൻ പറ്റുന്നു. തൃശ്ശൂർ പൂരം കുളമാക്കിയതിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ അൻവർ പറയുന്നുണ്ടല്ലോ. ഇത് കോൺഗ്രസ് ഇതിനു മുമ്പ് ആരോപണം ഉന്നയിച്ചിട്ടുള്ള തൃശ്ശൂർ പൂരത്തിനകത്ത് ആ സമയത്ത് എന്താ നടന്ന? സുരേഷ് ഗോപിയെ തൃശ്ശൂര് ജയിപ്പിക്കുക എന്നുള്ളത് സംഘപരിവാറിന് പെട്ടെന്നുണ്ടായ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിന് ശേഷം ഉണ്ടായ ഒരു തീരുമാനമൊന്നുമല്ല. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷമായിട്ട് BJP അതിനുവേണ്ടി ക്രമാനുഗതമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് നമ്മളവരെ എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത രാഷ്ട്രീയമാണെങ്കിലും ഞാൻ അതിനവരെ അഭിനന്ദിക്കുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാ കുതന്ത്രങ്ങളുടെയും വിളനിലമാണ് രാഷ്ട്രീയം. ആ കുതന്ത്രങ്ങൾ കൃത്യമായിട്ട് പയറ്റിയാണ് അവരവിടെ ജയിച്ചത്. ആലത്തൂര് ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ ഏതാണ്ട് 26,000 മുതൽ 30,000 വരെ വോട്ടുകൾ അവര് വ്യാജമായിട്ട് അവരുടെ അഡ്രസ്സ്, ഇവരുടെ വോട്ട് മാറ്റി തൃശ്ശൂരിലേക്ക് മാറ്റി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ പുതുതായിട്ട് ചേർത്തു. സുരേഷ് ഗോപി അന്ന് പറയുന്നുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇത്രയും കാലം വോട്ട് ചെയ്യാത്തവരെയൊക്കെ തപ്പിയെടുത്ത് ചേർത്തു, വോട്ടേഴ്സ് ലിസ്റ്റ് ചേർത്തുന്നു. അത് ഭംഗ്യന്തരേണ പറയുന്നതാണ്. ഈ പറയുന്ന ആലത്തൂരിലെ 30,000-ഓളം BJPക്കാരെയാണ് കൊണ്ടുവന്ന് തൃശ്ശൂർ ചേർത്ത് വോട്ട് ചെയ്യാനായിട്ട്. ഇതെല്ലാം ഇവിടെ നടക്കുന്ന, കേരളത്തിൽ നടന്ന. അപ്പൊ അതിന്റെ കൂടെ നടന്നത് പോലീസിന്റെ സഹായം. ഈ പൂരം അട്ടിമറിക്കാനായിട്ട്. പൂരം നമുക്കറിയാമല്ലോ, ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് പൂരം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെയധികം പ്രാധാന്യമുള്ള തൃശ്ശൂര് ബി ജെ പി എന്താണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ഒരു സീറ്റും ജയിച്ചില്ലെങ്കിൽ തൃശ്ശൂർ ജയിക്കണം എന്ന് വച്ചിരിക്കുന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് നടക്കുന്ന പൂരമാണ്. അപ്പൊ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, യഥാർത്ഥ സംഘപരിവാർ വിരുദ്ധനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് ശ്രദ്ധിക്കേണ്ടതാണ് തൃശ്ശൂർ പൂരം കുളമാവാതെ നോക്കണം. നമുക്കറിയാം, ഹിന്ദു ഉത്സവങ്ങൾ കുളമാക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ കൈയടക്കുന്നു മാർക്സിസ്റ്റുകാര്, CPM എന്നുള്ള ആക്ഷേപത്തിലാണ് കേരളത്തിലെ ശുദ്ധഗതിക്കാരായ ഹിന്ദുക്കളെ എല്ലാം സംഘപരിവാർ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു. ഹിന്ദു ഖത്രേമേഹെ, ഹിന്ദുക്കളെ ഇപ്പം 80% ഹിന്ദുക്കളെ 15% മുസ്ലിമുകൾ വന്ന് മൊത്തത്തിൽ വിഴുങ്ങുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരെ വിശ്വസിക്കൂ. അതുപോട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വർഗീയത വന്നു കഴിഞ്ഞാൽ പിന്നെ തലച്ചോറ് കൊണ്ടല്ലല്ലോ ചിന്ത, ഹൃദയം കൊണ്ടാ ചിന്ത. അതുകൊണ്ടാണല്ലോ പ്രശ്നം. അപ്പോ അങ്ങനെയുള്ള ആ ഒരു കോഷൻ പിണറായി വിജയൻ എടുത്തില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതിന് കൂട്ടുനിന്നു. ഇതിലേതെങ്കിലും ഒന്നാണ് നടന്നത്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇത്രയും കാലം ഇല്ലായിരുന്ന പൂരത്തിന്റെ റെഗുലേഷൻ, അതായത് ഈ റൗണ്ടിനകത്ത് കാൽനടക്കാരെ പോലും കടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കച്ചവടക്കാരുള്ളത് റൗണ്ടിനകത്ത്. ഇത്രയും കാലം അതൊന്നുമില്ല, വാഹനം കടത്തില്ലെന്നേ ഉള്ളൂ. ആളുകൾ അതിനകത്തൂടെയൊക്കെ നടന്നല്ലേ ഈ തേക്കിൻകാട് മൈതാനത്തിലേക്ക് പോകുന്നത്. അവിടെ ഒന്നും ആളുകളെ കടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള നിയന്ത്രണം. അത് അവിടെ പുതിയൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു IPS പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിലിട്ട് രക്ഷപ്പെടാനാണ് ഇവർ നോക്കിയത്. പക്ഷെ അയാൾ വെറും ബിനാമിയായിരുന്നു. ഈ അജിത് കുമാറാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എന്നിട്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ അവതരിപ്പിച്ചതെന്ന് നിങ്ങൾ നോക്കൂ. ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരത്തിനെ മാർക്സിസ്റ്റുകാര് പാരവച്ച് നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിന്റെ രക്ഷകനായിട്ട് സുരേഷ് ഗോപി അവതരിക്കുന്നത് ആംബുലൻസിനകത്താണ്. ആംബുലൻസിൽ സുരേഷ് ഗോപിയെ കൊണ്ടുപോകാനായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, അങ്ങേർക്കൊരു 50 പൈസയുടെ കുറവുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകാൻ മാത്രം സീരിയസ് ആയിരുന്നു കാര്യങ്ങൾ. ഈ സുരേഷ് ഗോപിയെ ആംബുലൻസ് കൊണ്ടുവന്ന, ആംബുലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ്. അത് അവിടെ നടന്നു. മറ്റൊരു ജനപ്രതിനിധി, അങ്ങേരാരാണ്? അങ്ങേര് MP ആണോ, MLA ആണോ? ഒന്നുമല്ല. എന്താണ് സുരേഷ് ഗോപിയെ ആംബുലൻസ് കൊണ്ടുവന്ന് ഇറക്കിയതിന്റെ പിന്നിലുള്ള കളികൾ? ഇത് ആരെങ്കിലും കേരള പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അത് ചട്ടലംഘനമാണ്. അവിടെ അതിന്റെ ചുമതല ഉണ്ടായിരുന്ന പോലീസുകാരെ തൃശ്ശൂർ ജില്ലയുടെ SP ആരെങ്കിലും ശിക്ഷിച്ചോ ഇതിന്റെ പേരിൽ? വലിയ രീതിയിലുള്ള അധികാര ദുർവിനിയോഗമാണെന്നാണ്. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇനി സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ഇറക്കിയത് മാത്രമല്ല, ഈ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് ഇറക്കുന്നതിന് പിന്നിലുള്ള കളികൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. ദത്താത്രേയ ഹൊസാബലെ എന്ന് പറയുന്ന RSSന്റെ ജനറൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു. RSSന്റെ ജനറൽ സെക്രട്ടറിയെ ഈ അജിത് കുമാർ, ADGP അജിത് കുമാർ കണ്ടിരുന്നു എന്നുള്ള ഒരു ആരോപണം അന്ന് ഉയർന്നു വന്നതാണ്. അന്ന് ഇവരെല്ലാവരും നിഷേധിച്ചെങ്കിലും ഇന്നലെ അങ്ങേരെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അജിത് കുമാർ ഞാൻ കണ്ടിരുന്നു, പക്ഷെ അത് വ്യക്തിപരമായ സന്ദർശനമാണ്. എന്താ ഈ ഹൊസാബലയുടെ അമ്മായിയുടെ മകനാണോ ഈ അജിത് കുമാർ? ഇത് വ്യക്തിപരമായിട്ട് പിണറായി വിജയന്റെ കീഴിലിരിക്കുന്ന കേരള പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചാർജ് ഉള്ള ഒരു ADGP RSSന്റെ ജനറൽ സെക്രട്ടറിയെ പോയി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിണറായി വിജയന് അസ്വാഭാവികമായിട്ട് ഒന്നും തോന്നിയില്ല. പിണറായി വിജയൻ അറിയാതെ പോകില്ല. എന്തായാലും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ADGPക്ക് പോകാൻ ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അൻവറിന്റെ ഒരു ലീക്കായ അൻവറിനോടുള്ള ഒരു ടെലിഫോൺ സംഭാഷണം, സുജിത് ദാസിന്റെ ഒരു അൻവർ പുറത്തുവിട്ട ഒരു സംഭാഷണം, അതിൽ വ്യക്തമായിട്ട് സുജിത് ദാസ് പറയുന്ന കാര്യമുണ്ട്. ഈ ADGP അജിത് കുമാറിന്റെ ബോസ് പിണറായി വിജയനല്ല, P ശശിയാണ്. P ശശി ആരുടെ നോമിനിയാണ്? P ശശി കളങ്കിതനായിട്ട് അങ്ങേറ്റം ടേയിന്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അയാളെ പിടിച്ച് വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ ആരാ? അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം. ഈ അജിത് കുമാർ ഹൊസാബോലയെ കണ്ട് അന്ന് സംസാരിച്ചത് തൃശ്ശൂർ വെച്ചിട്ടാണ്. ദത്താത്രേയ ഹൊസാബോലയെ സംസാരിച്ചത് തൃശ്ശൂർ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? RSSന്റെ ഒരു ശിബിരം. RSSന്റെ ശിബിരം എവിടെയാണ് നടക്കുന്നത്? ഇതെല്ലാമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കേരളത്തിലെ ക്ഷേത്രങ്ങൾ സംഘപരിവാറിന്റെ ശാഖകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ സമയം മുതൽ ആരോപണങ്ങളുള്ളതാണ്. കേരള പോലീസ് എന്ത് നടപടി എടുത്തു? ഒരു നടപടി എടുത്തിട്ടില്ല. പാറമേക്കാവിൽ വെച്ചിട്ടാണ് ഈ RSSന്റെ ശിബിരം നടക്കുന്നത്.
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മതി, അതിന്റെ മുറ്റത്തൊന്നും വേണ്ട, ലഷ്കർ എ തയ്യബയുടെ ക്യാമ്പ് നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ പറയൂ, RSSനെ ലഷ്കർ എ തയ്യബയായിട്ട് ഉപമിക്കുന്നത് എങ്ങനെയാ? അതുപോലെ തന്നെയാ ലഷ്കർ എ തയ്യബ നാളെ ഈ കുതന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയുടെ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ RSS പോലെ തന്നെ അവരെ വെള്ളപൂശാൻ ആളുണ്ടാവും. ശരിയല്ലേ? സത്യം. RSS ഇന്നലെ വരെ എന്തായിരുന്നു? ശുദ്ധ തീവ്രവാദ പ്രസ്ഥാനമാണ്. പക്ഷേ ഇപ്പൊ അധികാരം കിട്ടി, കുതന്ത്രങ്ങളുടെ ഫലമായിട്ട് അധികാരം കിട്ടി എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി വധത്തിൽ വരെയുള്ള ഗോൾവാൾക്കറുടെയും RSSകാരുടെയും പങ്കിനെ കുറിച്ച് ഇന്ന് ആരെങ്കിലും സംസാരിക്കാൻ ധൈര്യമുണ്ടോ? കൊന്നത് RSS അല്ല എന്നൊക്കെ പറയാം, കാരണം കൊന്ന ഗോഡ്സെയാണ്. ഗോഡ്സെ ജനിച്ച അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും RSSന്റെ ശാഖയിലാണ് ഉണ്ടുറങ്ങി, ഞങ്ങളുടെ വീട് ഗോഡ്സെ ഈ RSSന്റെ ശാഖയായിരുന്നു എന്ന് പറഞ്ഞ് ഗോഡ്സെയുടെ അനിയൻ ഗോപാൽ ഗോഡ്സെയാണ്, വേറെ ആരും അല്ല. അപ്പൊ അങ്ങനെ പറയാൻ പോയാൽ കുറെ ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കളികളെല്ലാം അപ്പൊ ദത്താത്രേയ ഹൊസബലെ ഇദ്ദേഹം കണ്ടത് എന്തിനു വേണ്ടി? ഇനി ഇതിനേക്കാൾ വലിയ നമുക്ക് സംഘപരിവാറിന്റെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന ഒരു സംഗതി പുറത്തുവിട്ട ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് എന്താ? പ്രകാശ് ജാവ്ഡേക്കറിനെ EP ജയരാജൻ കണ്ടു, എവിടെ? രാമനിലയത്തിൽ വെച്ച് കണ്ടു എന്നാണ്. അവരെന്ത് സംസാരിക്കാനാ പോയത്? അന്നും ഈ പറയുന്നത് പോലെ ആരോപണങ്ങൾ ഉയർന്നപ്പോ അതൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും അല്ലെന്ന് EP ജയരാജൻ പിന്നീട് വന്നിട്ട് പറഞ്ഞു. അന്ന് നടന്ന് സംസാരിച്ചത് ലാവ്ലിൻ കേസ് ഒതുക്കാം എന്നുള്ള കണ്ടീഷനിൽ ഈ തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെങ്കിൽ ലാവ്ലിൻ കേസ് ഒതുക്കാം എന്നുള്ളതായിരുന്നു ആ ചർച്ചയുടെ അജണ്ട, അതായിരുന്നു എന്ന് EP ജയരാജൻ എന്ന് പറഞ്ഞു. അല്ലേ? നമ്മളപ്പോ EP ജയരാജനെ വിശ്വസിക്കാൻ പാടില്ലേ? നമ്മൾ പുറത്തുനിന്നുള്ളവരല്ല ആരോപണം പറയുന്നത്. CPM-ഉം BJP-യും തമ്മിൽ തൃശ്ശൂരിന്റെ പേരിൽ ഡീല് നടന്നു എന്നുള്ളത് പറയുന്നത് പുറത്തുനിന്നുള്ളവരല്ല, ഇതിനകത്തുള്ളവർ തന്നെയാണ് പറയുന്നത്. അല്ലെ? അതിന്റെ കൂടെ ഭാഗമായിട്ട് തുടർച്ചയായിട്ടാണ് ഈ അജിത് കുമാർ പോയി കണ്ടത്. അപ്പൊ അജിത് കുമാറും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം അറിയാലോ. ഇനിയുണ്ട്. മറുനാടൻ മലയാളി, കേരളത്തിൽ മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിന് കേരളത്തിൽ വേരോട്ടത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വെള്ളവും വളവും കൊടുക്കുന്ന ആളാണ് മറുനാടൻ ഷാജി. നമുക്കറിയാമല്ലോ. അയാൾ പറഞ്ഞിട്ടുള്ള മുസ്ലിമുകളെ പറ്റി പറഞ്ഞിട്ടുള്ള അയാൾക്ക് ധാരാളം വ്യൂവേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിരുന്ന് ആരെങ്കിലും കുറിച്ച് നുണ പറഞ്ഞു കഴിഞ്ഞാൽ 4 3 7 പേരെ കാണും, ഇവന് വട്ടാന്ന് പറഞ്ഞിട്ട് അവർ വിടും. അതുപോലെയല്ല വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ മാധ്യമങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ട്. അതായത് മെയിൻ സ്ട്രീം മീഡിയയൊക്കെ കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ചാനലാണ്. അവർക്ക് 2-3 ചാനലുമുണ്ട്. അപ്പൊ അത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയയുടെ ഓണർ എങ്ങനെയാണ് കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധത പറയുന്നത് നമുക്കറിയാം. മറുനാടൻ ഷാജനെതിരെ പിണറായി വിജയൻ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതായാലും മാത്രമല്ല, പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത് ഷാജന. അപ്പൊ അതിന്റെ ദേഷ്യമുണ്ട്. ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്ത് അകത്തിടുന്ന നാടകങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മറുനാടനെ പൂട്ടണം എന്നുള്ള കാര്യം പോലീസുകാരന്റെ തൊപ്പിക്കകത്ത് ആ ചിന്ത വരുന്ന സമയത്തും മറുനാടൻ ഷാജന ആ വിവരം അറിയുന്നുണ്ട്. അയാൾ അപ്പം മുങ്ങും. ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നോക്കിക്കോളൂ, അയാളെ അപ്പൊ PV അൻവർ കൊടുത്തൊരു കേസുണ്ട്. പോലീസിന്റെ വയർലെസ് മെസ്സേജ് ചോർത്തിയെടുത്ത് മറുനാടൻ ഷാജൻ യൂട്യൂബിലിട്ട് കാശുണ്ടാക്കി. ആലോചിച്ച് നോക്കും. ഇതിനൊക്കെ ധൈര്യം എവിടുന്ന അയക്ക് വരുന്നത്? ഇയാളെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഡൽഹിയിൽ ആളുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ PV അൻവർ പറഞ്ഞത് 1.5 കോടി ആൾറെഡി കൊടുത്തു, 2 കോടിയായിരുന്നു ഡീല് എന്നുള്ള ഒരു കാര്യമാണല്ലോ. അപ്പോ ഷാജന്റെ ബ്രദേഴ്സ് കോടിക്കണക്കിന് രൂപ വെച്ചിട്ടുള്ള ഇതിപ്പോ അജിത് കുമാറിന്റെ കാര്യം വരുന്ന സമയത്ത് അജിത് കുമാർ 2 കാര്യം ഒരേ സമയം ചെയ്യുന്നു. ഒന്ന്, പോലീസിങ്ങിലൂടെ കേരളത്തിലേക്ക് വർഗീയ പാർട്ടിയെ ഇറക്കുമതി ചെയ്യാന്ന് ഒരു ഭാഗത്തൂടെ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ ഭാഗത്തൂടെ ഇതിന്റെ ലാഭം കൊയ്യുന്ന രീതിയിൽ കോടികൾ സമ്പാദിക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്തു കൂടെ. അത് കവടിയാറിലുള്ള വീടിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടല്ലോ. സെന്റിന് 80 ലക്ഷം രൂപ കൊടുത്തിട്ട് 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് കെട്ടാനായിട്ട് ഇയാള് പോലീസിലെ ADGP അല്ലേ, അല്ലാതെ അംബാനിയുടെ ഓഫീസിലെ മാനേജർ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ അംബാനിയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ. അപ്പൊ ഇനി കഴിഞ്ഞ ആ ഭാഗം വന്നപ്പോൾ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച കണ്ടപ്പോൾ ഇടതുപക്ഷക്കാരിപ്പോൾ ചർച്ചയിൽ ഇരിക്കുന്നില്ലല്ലോ, ഈ പ്രത്യേകിച്ച് CPM-കാർ ചർച്ചയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ അങ്ങനെ അനുഭാവിയാണ് ഇരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന കേട്ട് നമുക്ക് തന്നെ എന്താ പറയുക, ലജ്ജ തോന്നി അത്തരം ന്യായീകരണങ്ങൾ കണ്ടിട്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പാവപ്പെട്ട സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളാണ് അജിത് കുമാർ. സോറി,
അജിത് കുമാർ ഒരു പാവപ്പെട്ടവനായി ജീവിച്ചു വന്ന ആളാണ്. പാവപ്പെട്ട അവസ്ഥയിൽ നിന്നും വന്ന ആളാണ്. 10 ലക്ഷം രൂപ സെൻറ്റിന് ഉള്ള സമയത്ത് മാത്രമാണ് ആ സ്ഥലം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കൂടിക്കഴിഞ്ഞാൽ 1-1.5 കോടി. പക്ഷെ അദ്ദേഹം കിട്ടുന്ന വീട് എത്ര കോടിക്കണക്കിനുള്ള രൂപകളാണെന്നുള്ളത് നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. 10 ലക്ഷം രൂപ സെന്റിനുണ്ടായിരുന്നത് എത്ര വർഷം മുമ്പാ? അജിത് കുമാർ ജനിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അയാൾ വാങ്ങിച്ചത്. എന്തായാലും ന്യായീകരിക്കുന്നവർക്ക് അങ്ങനെയാണല്ലോ, ന്യായീകരണ വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ വിശുദ്ധനാക്കാഞ്ഞത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അജിത് കുമാറിനെ. ഓരോരുത്തർക്കും അവരവരുടെ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ ഈ 2 കോടി ഷാജന്റെ ബ്രദേഴ്സ് കൊടുത്തെന്ന് പറഞ്ഞ അജിത് കുമാറിന് കൊടുത്തെന്നാണ് ആരോപണം. അത് മാത്രമല്ല, അൻവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഷാജൻ പൂനെയിലേക്ക് രക്ഷപ്പെട്ട ഷാജന്റെ ബ്രദർ അവിടെ ഏതോ പള്ളിയിൽ അച്ഛനെ പറ്റിയാണ്, അവിടെയാണ് ഒളിപ്പിച്ച് താമസിച്ചിരുന്നത്, സംഘപരിവാറാണ് അങ്ങോട്ട് എത്തിക്കുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ പൂനെയിൽ താമസിക്കുന്നു എന്നുള്ള വിവരം അൻവറിന് കിട്ടിയ ഉടനെ അൻവർ അജിത് കുമാറിനെ അറിയിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ പോലീസ് പൂനെയിൽ എത്തുന്നതിന് മുമ്പ് ഷാജൻ അവിടെ നിന്ന് മുങ്ങി. കാരണം ഷാജന് മെസ്സേജ് കിട്ടി, ഇതാ ആള് വരുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഷാജൻ മുൻകൂർ ജാമ്യം എടുക്കാനായിട്ടോ എന്തോ വക്കീൽ ഓഫീസിൽ പോകുന്നു, പൂനെയിലുള്ള വക്കീലിനെ കാണാനായിട്ട് പോകുന്നു. ഓഫീസിൽ ഇത്ര മണിക്ക് എത്തും എന്നുള്ള വിവരം അൻവറിന് മെസ്സേജ് കിട്ടി. അൻവർ വീണ്ടും അജിത് കുമാറിനെ അറിയുന്നു, ഷാജൻ വക്കീൽ ഓഫീസിലെ അപ്പോയിന്റ്മെന്റ് ഉള്ള ഷാജൻ എത്തുന്നില്ല. കാരണം അപ്പോഴേക്കും ഷാജന് മെസ്സേജ് കിട്ടിയത് ആ വക്കീൽ ഓഫീസിലെ പോലീസ് എത്തുന്നു. അപ്പോഴാണ് ഈ അജിത് കുമാറിനെ സംശയം, ഈ 2 ഇൻസ്റ്റൻസ് വന്നതോടെയാണ് അജിത് കുമാറിന് സംശയമായതെന്ന് അൻവർ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, സ്വപ്ന സുരേഷിന്റെ കേസ് നമുക്കറിയാമല്ലോ, പിണറായി വിജയൻ പെട്ടിരുന്നതാണെന്ന്. പിണറായി വിജയനെ കൊടുക്കാനായിട്ടുള്ള ഏറ്റവും ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്ന ആ കേസിൽ 1-ാം പ്രതി ആയിരുന്ന സരിത്താണ്. ഈ സരിത്തിനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്? സ്വപ്ന സുരേഷ് തന്നെ പറയുന്നു, ഗുണ്ടകളുടെ രീതിയിൽ വന്നിട്ടാണ് പോലീസ് രാത്രിയിൽ വീട് കയറി ആക്രമിച്ച് സരിത്തിനെ പൊക്കിക്കൊണ്ടുപോയത്. ആ പൊക്കിക്കൊണ്ടുപോയ സംഘത്തിന്റെ തലവനാരായിരുന്നു? അജിത് കുമാർ ആയിരുന്നു. സരിത്ത് പുറത്തു നിന്ന് കഴിഞ്ഞാൽ പിണറായി വിജയന് ഭീഷണിയാവുന്ന മനസ്സിലാക്കി കൃത്യമായിട്ടാണ് അജിത് കുമാറിന്റെ ടീം പോയി അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്ന സംഘപരിവാർ ഒരു വശത്ത്, പി ശശി അടുത്ത വശത്ത്, ഇതിന്റെ ഇടയിൽ പിണറായി വിജയൻ, ഇവരെല്ലാവരുടെയും ഇവരെല്ലാവരും കീ തിരിക്കുന്നതനുസരിച്ചാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്ന കാര്യമാണ്. ഒരു കാര്യം കൂടെ പറയാം, ഇപ്പൊ ഗത്യന്തരമില്ലാതെ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയല്ലോ. ഇത്രയും അധികം ആരോപണങ്ങൾ. ADGPയുടെ പദവിയുള്ള സമയത്ത് അയാളുടെ ഒഫീഷ്യൽ കാർ കൊച്ചിയിൽ ഇട്ടിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഏതൊരു ഫ്രണ്ടിന്റെ പ്രൈവറ്റ് കാറിൽ കയറി പാറമേക്കാവിൽ ചെന്ന് RSS ജനറൽ സെക്രട്ടറിയെ കണ്ട ഇയാൾക്കെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി ഉണ്ടോ? ഈ സുജിത് ദാസിനെതിരെ നടപടിയെടുത്തു. പക്ഷേ അജിത് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പിണറായി വിജയൻ തുറന്നു പറഞ്ഞല്ലോ, അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ലെന്ന്. കാരണം അജിത് കുമാറിന് വായ തുറന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ നാട് വിട്ടു പോകേണ്ടി വരും. അത് മാത്രമല്ല, പൊതുവെ ഒരു ധാർഷ്ട്യം ഈ ഇടതുപക്ഷ ഗവൺമെന്റിൽ കാണാൻ പറ്റുന്നില്ലേ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ നടപ്പിലാക്കും, ഞങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് എന്താ? ഇത് ജനങ്ങളോടാണ് ചോദിക്കുന്നത്. നാളെ ഇവർ വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. ഈ ധാർഷ്ട്യം ഇത് കൊച്ചു സഖാക്കൾക്ക് മുതൽ ഈ പറയുന്ന വലിയ നമ്മൾ അവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ കാണാൻ പറ്റും. കൊച്ചു സഖാക്കൾക്ക് മുതൽ എല്ലാവരും പിണറായി വിജയനായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കേരളമാണ് ഇപ്പോൾ ഈ സഖാക്കളുടെ ഇടയിൽ. അല്ലാത്തവർ ഒത്തിരി പേരുണ്ട്. ഞാൻ ഫുള്ളായി നോർമലൈസ് ചെയ്യല്ല, പക്ഷെ നല്ലൊരു പറ്റം പിണറായി വിജയൻ്റെ വിജയത്തോടു കൂടി ഇതാണ് റൈറ്റായിട്ടുള്ള പൊളിറ്റിക്സ് ലൈന്, ഈ രീതിയിലാണ് ഇതിനെ സമീപിക്കേണ്ടത്. ജനങ്ങളോട് ഞങ്ങൾക്ക് പ്രതിബദ്ധതയില്ല, ജനങ്ങളോട് പ്രതിബദ്ധത കാണിച്ച് വളർന്നു വന്ന ഒരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവൻ്റെയും പാർട്ടിയാണ്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന പൈസക്കാരൻ്റെ പാർട്ടിയല്ല അത്, അല്ലെങ്കിൽ കാശുകാരൻ വോട്ട് കൊടുക്കുന്ന പാർട്ടിയല്ല അത്. ഇവിടെ പാവപ്പെട്ടവൻ്റെ പാർട്ടി വളർത്തിക്കൊണ്ടുവന്ന് കയറിയിരുന്ന് കഴിഞ്ഞാൽ രാജാവായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാവങ്ങളല്ല ഞങ്ങൾക്ക് മെയിൻ. ഞങ്ങൾക്ക് ഇവിടെ ഈ ബ്യൂറോക്രസിയെ സംരക്ഷിക്കലാണ് ഈ പറയുന്ന ഞങ്ങളൊരു വേറെ ലെവലാണ്. ഈ ഒരു വേറെ എലൈറ്റ് ക്ലാസ്സായി മാറി നിൽക്കുന്നത് അതൊരു പ്രകടമല്ലേ? തീർച്ചയായിട്ടും.
കാരണം ഇങ്ങനെയുള്ള ഒരു മാഫിയ സംഘത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത് പലരുടെയും ആവശ്യമാണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തിയുടെ ഒരു കോമ്പണന്റും ഉണ്ട് ഇതിനകത്ത്. കാരണം തിരുവായ്ക്ക് എതിർവായില്ല, രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ത്രാണി ശക്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ശക്തി കാണിച്ച ആളാണ് അൻവർ. ഇപ്പോ അവിടെയാണ് ഇതിന്റെ ഈ കഥയുടെ ഈ പറയുന്ന ആന്റൈ ക്ലൈമാക്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ട്വിസ്റ്റ് വരുന്ന അവിടെയാണ്. ഇത്രയും കാലം തിരുവായ്ക്ക് എതിർവായില്ലാത്ത പിണറായി വിജയനെ ഇപ്പോൾ അൻവർ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ വരെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണം പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാനായിട്ട് സി പി എമ്മിന്റെ എം എൽ എ അല്ല, LDFന്റെ ഒരു MLA ധൈര്യം ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ വടകരയിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ ഇവരുടെ ഹസ്ബൻഡിന് സഖാവ് ടിപിക്ക് എന്താ സംഭവിച്ചത്? TP സഖാവായിരുന്നു. ആ സഖാവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. പക്ഷേ അൻവർ ഒരു വലിയൊരു റിസ്ക് എടുത്തിട്ട് അൻവർ ഇത് ചെയ്യുന്നതിന് പിന്നിൽ അൻവറിന്റെ പിന്നിൽ ആളുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും ഏറ്റവും വലിയ സംരക്ഷകരായിട്ട് ഇപ്പൊ ഈ ചാനലുകളിലൊക്കെ അവതരിക്കുന്ന ആരാ? സംഘപരിവാറിന്റെ ചാനലുകൾ പ്രധാനമായിട്ട് ABC മലയാളം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കേരളത്തിന്റെ റേഡിയോ റുവാൻഡ എന്നാണ് ഞാൻ അവരെ വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശഹത്യക്കുള്ള കളം ഒരുക്കുന്ന, എപ്പോഴും മുസ്ലിം വംശഹത്യക്ക് വേണ്ടി മുസ്ലിമുകൾക്കെതിരെ നുണ പറഞ്ഞ് കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും തലയിൽ ഈ മുസ്ലിം വിരോധം കുരുത്തി വെക്കുന്ന ഒരു ചാനലാണ്. പച്ചക്കള്ളങ്ങളാണ്.